ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റീഫറി റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നമ്മളെല്ലാവരും വാട്ടർ ടാങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് വീട്ടിലല്ലേ. അപ്പം നമ്മൾ വെള്ളം ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ബക്കറ്റിൽ നിറച്ച് കപ്പ് കൊണ്ടും ഒക്കെ ആയിട്ട് എടുത്തുകൊണ്ടേയിരിക്കും. ഈ വാട്ടർ ടാങ്ക് മുകളിലുള്ളത് കൊണ്ടും അത് നിറയെ വെള്ളമുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റിലുമാണ് നമ്മൾ വെള്ളം യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യണമെങ്കിൽ വാട്ടർ ടാങ്കിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കണം, അല്ലെ? അവിടെ എപ്പോഴും സ്റ്റോർ ചെയ്തിരിക്കണം. അത് എപ്പോഴെങ്കിലും നിലച്ചു കഴിഞ്ഞാലോ നമുക്ക് കിട്ടുന്ന വെള്ളവും ഇല്ലാതെയാവും, പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊന്നും നടക്കാതെയാവും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുക എന്ന് പറയുന്നത്. അതായത് ഒരു വാട്ടർ ടാങ്ക് രൂപീകരിച്ച് അതിൽ ആവശ്യത്തിന് പണം വന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു വാട്ടർ ടാങ്കിൽ എപ്പോഴും അവിടെ പണം നിറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ യൂസ് നടത്തുകയും ചെയ്യും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വാങ്ങുകയോ കൊടുക്കുകയോ യാത്ര ചെയ്യുകയോ അങ്ങനെ എല്ലാ കാര്യവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. ഇതെപ്പോഴെങ്കിലും ഒന്ന് ഈ ഫ്ലോ നിന്ന് കഴിഞ്ഞാലോ നമ്മുടെ ആവശ്യങ്ങളൊന്നും നടക്കാതെയാവും, നമ്മൾ മറ്റുള്ളവരെ മുന്നിൽ കൈനീട്ടേണ്ടി വരും, അല്ലേ? അപ്പോൾ ഈ ഒരു സർക്കിളാണ് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്താലാണ് നമ്മുടെ ആവശ്യങ്ങൾ നടക്കാനുള്ള മണി എപ്പോഴും ഇങ്ങനെ ഫ്ലോ ചെയ്ത് നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ആ ഒരു വാട്ടർ ടാങ്ക് പണിയുക എന്നുള്ളതാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് കുറേശ്ശെ നമ്മൾ സേവ് ചെയ്ത് ആ വാട്ടർ ടാങ്ക് നമ്മൾ പണിത് വയ്ക്കുന്നു. അവിടെ നമ്മളുടെ ആവശ്യം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇൻകം ഇല്ലാതിരിക്കുന്ന സമയത്ത് പോലും അവിടെ നിന്ന് അത് ഫ്ലോ നടന്നുകൊണ്ടേയിരിക്കും. അതായത് ക്യാഷ് ഫ്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനു വേണ്ടി നമ്മൾ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ക്യാഷ് ഫ്ലോ നമ്മുടെ ജീവിതകാലം മുഴുവനും ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുവരെയും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് പല ആളുകളും അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് നന്നായിട്ട് നടത്തിയിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടും ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് പലരും നടത്തുക. കൂടുതൽ ആളുകളും ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു പ്ലാൻ അനുസരിച്ചിട്ടൊക്കെ ആണ് പ്ലാൻ ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പം അതിനനുസരിച്ച് കൃത്യമായിട്ട് ഗൈഡൻസോട് കൂടി പ്ലാൻ ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞ ക്യാഷ് ഫ്ലോ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പ്ലാനിങ്ങിനും കൂടുതൽ ഗൈഡൻസിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോയുമായി വരും വരെ ടേക്ക് കെയർ. ബൈ.